നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. നമ്മുടെ പഴയ സിനിമകളിലെ ഫോട്ടോസൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റീടച്ച് ചെയ്ത് പുതിയതുപോലെ ആക്കണ കുറേ എഡിറ്റിങ്ങുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് എങ്ങനെ ഫോണിൽ ചെയ്യാമെന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഇതിന് വേണ്ട ആപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റെമിനി എന്ന് പറയും. അത് നമ്മുടെ ഫോട്ടോസിലെ ഗ്രെയിൻസും നോയ്സൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ നമ്മുടെ സ്നാപ്സീഡാണ് എല്ലാവരും ഉപയോഗിക്കുന്ന സ്നാപ്സീഡ്. മൂന്നാമത്തെ പോളാർ എന്ന് പറയും. അത് നിർബന്ധമില്ല, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ അതിന് പകരം ലൈറ്റ് റൂം യൂസ് ചെയ്താലും കുഴപ്പമില്ല, അതോ ലൈറ്റ് റൂമോ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ബിഫോർ ഫോട്ടോയാണ്. ഇനി നിങ്ങളിപ്പോൾ കാണുന്നത് ആഫ്റ്റർ ഫോട്ടോയാണ്. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ റെമിനി ഓപ്പൺ ചെയ്യണം. റെമിനി ഓപ്പൺ ചെയ്ത് ഏത് ഫോട്ടോയാണോ ഏത് സ്ക്രീൻഷോട്ടാണോ അതിൻ്റെ ഗ്രെയിൻസ് കളയണം. അപ്പോൾ അതിൻ്റെ റെമിനി ഓപ്പൺ ചെയ്യാം. സ്കിപ്പ് അടിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഒരു ദിവസം നമുക്ക് 10 എഡിറ്റിംഗാണ് പറ്റുള്ളൂ ഫ്രീ ആയിട്ട്. അതായത് എൻഹാൻസ് എന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് 10 എണ്ണമാണ് നമുക്ക് പറ്റുള്ളൂ ഒരു ദിവസം. ഞാൻ ഈ ഫോട്ടോ എടുക്കുവാണ്. ഈ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് വേണ്ടത് മാത്രമായിട്ട് ക്രോപ്പ് ചെയ്ത് കളയാം. ഇത് ഞാനൊരു മാഷപ്പിൽ നിന്ന് എടുത്താണ്. പിന്നെ ബ്ലാക്ക് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂം ചെയ്ത് ക്രോപ്പ് ചെയ്ത് കളയാണ്. ടിക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ടിക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ആഡ് വാച്ച് ചെയ്യേണ്ടി വരും. Sue is a social platform that puts the content creators first. Everyone is a content creator. ഈ ആഡ് കംപ്ലീറ്റ് ആവണ വരെ നമ്മൾ കാണണം. 30 സെക്കൻഡ് ഉണ്ടാവും ഓരോ ആഡ്. അപ്പോൾ ഇത് ഞാൻ സ്കിപ്പ് ചെയ്ത് കളയാണ്. 30 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കളയുക. ഇവിടെയും ക്ലോസ് ചെയ്യുക, ഇവിടെയും ക്ലോസ് ചെയ്യുക, രണ്ടും ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പഴയ ഫോട്ടോ ഇങ്ങനെയായിരിക്കും. പുതിയ ഫോട്ടോ ഇത്തിരി ക്ലാരിറ്റി കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ നമ്മൾ ഡൗൺലോഡിൽ ചുമ്മാ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗാലറിയിലിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ആപ്പ് എന്ന് വെച്ചാൽ സ്നാപ്സീഡാണ്. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. വേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഇമേജ്. ഇമേജിൻ്റെ നമുക്ക് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ടൂൺ ഇമേജാണ്. ടൂൺ ഇമേജ് ഇപ്പോൾ ഇതിൽ അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇച്ചിരി ബ്രൈറ്റ്നസ് -2 ബ്രൈറ്റ്നസ് കുറച്ചു. കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടാം. സാച്ചുറേഷൻ കുറച്ച് കൂട്ടാം. ആംബിയൻസ് കുറച്ച് കൂട്ടാം. ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ ആംബിയൻസ് ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ വൃത്തികേടാവും. കുറച്ച് കഴിഞ്ഞാൽ വെളുത്ത് വരും. അപ്പോൾ നമ്മൾ ആംബിയൻസ് കുറച്ച് കൂട്ടുക. ഹൈലൈറ്റ്സ്, ഷാഡോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം തന്നെയാണ്. നമുക്ക് നമ്മളിങ്ങനെ മാറ്റി നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇഷ്ടം തോന്നണോ അതുപോലെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ വാംത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബ്ലൂ ടിൻറ്റ്, കുറച്ച് കഴിയുമ്പോൾ ബ്ലൂ ടിൻറ്റ് പോലെ വരും. അപ്പോൾ അത് കുറയ്ക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഞാൻ ഇത്തിരി കുറച്ചിടുകയാണ്. ഇനി നമ്മൾ ഡീറ്റെയിൽസിൽ പോവാം. ഡീറ്റെയിൽസിൽ പോയിട്ട് ഡീറ്റെയിൽ ഇച്ചിരി കൂട്ടി കൊടുക്കുക. ടിക്കടിക്കുക. ഇനി നമ്മൾ വേറൊരു സാധനം നമുക്ക് ചെയ്യാനുണ്ട്. സെലക്റ്റീവിൽ പോവാം. ഇവിടെ നമുക്ക് സെലക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മുടിയുടെ ബ്രൈറ്റ്നസ് ഇത്തിരി കുറച്ച് കൊടുക്കാം. കാരണം മുടി മുകളിൽ ബ്ലാക്ക് അല്ലല്ലോ, അപ്പോൾ ബ്ലാക്ക് ആക്കി കൊടുക്കാം. കോൺട്രാസ്റ്റ് ഇത്തിരി കൂട്ടി സാച്ചുറേഷൻ കുറയ്ക്കാം. സ്ട്രക്ചർ ഇച്ചിരി കൂട്ടാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റിങ്ങിൽ പോകാം. അടുത്തതെന്ന് വെച്ചാൽ ടൂൾസിൽ നമുക്ക് പോർട്രേറ്റ് എന്ന് പറഞ്ഞ സെറ്റിംഗ് ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് ഫേസിൽ വെളിച്ചടിച്ചങ്ങനെ കൂട്ടുള്ളൊരു എഫക്റ്റാണ് അത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ കണ്ടിട്ട് ഭംഗി തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ
ഇൻറ്റൻസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്തിരിയാണ് കൊടുക്കണുള്ളൂ, ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടാവും. നമ്മുടെ സ്നാപ്സീഡിലെ എഡിറ്റിങ് ഏകദേശം കഴിഞ്ഞു. ഇനി ചെറിയൊരു ഭാഗം കൂടി ക്രോപ്പ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മുകളിൽ ഇത്തിരി ബ്ലാക്ക് ബാക്കിയുണ്ട്, അപ്പോൾ അത് ക്രോപ്പ് ചെയ്ത് കളയാം. ഇനി നമ്മൾ അടുത്ത സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഗ്നെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ആ മെയിൻ സംഭവം, മെയിൻ ആ ഇമേജ് മാത്രം ഫോക്കസായി വന്നിട്ട് ബാക്കി നമുക്ക് ബ്ലാക്ക് ടിൻറ്റ് പോലത്തെ ഒരു സംഭവം കൊണ്ടുവരുന്ന ഇതാണ് വിഗ്നെറ്റ് എന്ന് പറഞ്ഞാൽ. അത് കൊടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എക്സ്പോർട്ടിലടിക്കുക, എന്നിട്ട് ഷെയർ അടിക്കുക. ഷെയറിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് പോളാർ സെലക്ട് ചെയ്യാൻ പറ്റും. പോളാർ കളർ കറക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് റൂം ഉണ്ടെങ്കിൽ ലൈറ്റ് റൂം യൂസ് ചെയ്യാം. ഞാൻ പോളാറാണ് യൂസ് ചെയ്യണത്. പോളാറിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ് തന്നെയാണ്. അഡ്ജസ്റ്റിൽ നമുക്ക് എക്സ്പോഷർ വേണമെങ്കിൽ ഒരു 1% കൂട്ടി, ബ്രൈറ്റ്നസ് ഇനി കൂട്ടണ്ട, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി, ഷാഡോസ് കുറച്ച് കൂട്ടി, പിന്നെ നമ്മൾ താഴെ വന്ന് കഴിയുമ്പോൾ വൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, വൈറ്റ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, നമ്മുടെ ഇഷ്ടമാണ്. ബ്ലാക്ക് ഇത്തിരി കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കൂട്ടണമെങ്കിൽ ഈ സൈഡിലായിട്ട് പോയിട്ട് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ബ്ലാക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ സൈഡിലായിട്ട് പോയിട്ട് കുറയ്ക്കണം, ബ്ലാക്ക് കൂട്ടണമെങ്കിൽ. ഇനി കളറിൽ പോവാം. കളറിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വൈബ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കളറൊക്കെ ഇട്ടിട്ട് കാണിക്കും, പുറത്തോട്ട് തള്ളിയേക്കണേ കൂട്ടുള്ള. സാച്ചുറേഷൻ കുറച്ച് കൂട്ടാൻ വേണമെങ്കിൽ. പിന്നെ നമ്മൾ ടെമ്പറേച്ചറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ സ്നാപ്സീഡിൽ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിൽ മെയിനായിട്ട് നിൽക്കുന്ന കളർ എന്ന് വെച്ചാൽ റെഡാണ്. അപ്പോൾ റെഡ് ശരിക്കും എടുത്ത് കാണിക്കാനായിട്ട് റെഡിൻ്റെ മാത്രം എടുത്തിട്ട് ഇപ്പോൾ റെഡാണ് നമ്മൾ സെലക്ട് ചെയ്താണ്. റെഡിൻ്റെ സാച്ചുറേഷൻ കൂട്ടി കൊടുക്കാം. ലൂമിനൻസ് എന്ന് വെച്ചാൽ ആ റെഡിൽ നിന്ന് തന്നെ ലൈറ്റാണ് ലൂമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ റെഡിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യണം. ലൂമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർഫസിൽ നിന്ന് തന്നെ ലൈറ്റാണ്. അപ്പോൾ ആ ലൈറ്റ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇത് ഓറഞ്ചാണ്, ഓറഞ്ചിൻ്റെ സാച്ചുറേഷൻ വേണമെങ്കിൽ ഇത്തിരി കൂട്ടാം. മുഖത്തിൻ്റെ കളർ ഇച്ചിരി ഓറഞ്ച് പോലെയല്ലേ, അപ്പോൾ ഇത്തിരി കൂട്ടി കൊടുക്കാം. പിന്നെ നമുക്കുള്ളത് ബാക്കിൽ ഗ്രീനാണ്. അപ്പോൾ ഗ്രീനിൻ്റെ സാച്ചുറേഷൻ നമുക്ക് ഇത്തിരി വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ അതിൻ്റെ ലൂമിനൻസ് ശരിക്കും കുറച്ചു. അപ്പോൾ അതായത് ബാക്കിലുള്ള ഗ്രീനിൽ നിന്ന് തന്നെ ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ ഡിമ്മായി കിടക്കണം കൊണ്ട് തോന്നും ബാക്കിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൂമിനൻസ് കുറയ്ക്കണേ. പിന്നെ നമുക്ക് ഇനി അടുത്ത കളർ മെയിനായിട്ടുള്ളത്, വേറെ നമുക്ക് കളറുകളൊന്നും മെയിനായിട്ടില്ല ഇതിൽ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ടൂണിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷാഡോയുടെ ടൂണിങ്ങൊക്കെ സെറ്റ് ചെയ്യാം. ഷാഡോ സാച്ചുറേഷനൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്തതിൽ അതിൻ്റെ വലിയ ഓപ്ഷനൊന്നുമില്ല അതിൽ. പിന്നെ നമ്മൾ അടുത്തതിൽ പോയി കഴിയുമ്പോൾ ഡീഹേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കൂട്ടി കൊടുത്ത് കഴിയുമ്പോൾ മൊത്തത്തിൽ ഇത്തിരി ഒരു കോൺട്രാസ്റ്റ് കൂടിയ പോലെയുള്ളൊരു എഫക്റ്റ് വരും. പിന്നെ നമ്മൾ ഡീറ്റെയിലിൽ പോവാം. ഡീറ്റെയിലിൽ പോയിട്ട് ക്ലാരിറ്റി എന്നുള്ളത് കുറച്ച് കൂട്ടി കൊടുക്കുക. ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയിടാവും. കുറച്ച് കൂട്ടി കൊടുക്കുക, ഒരു 5 or 6 കൊടുക്കുക. എന്നിട്ട് ഡീനോയ്സ് ലൂമിനൻസ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നോയ്സൊക്കെ ഉള്ളത് പോവും. അതായത് ലൈറ്റിങ്ങിൽ വന്ന നോയ്സ് അല്ലേ, ആ നോയ്സൊക്കെ കുറയ്ക്കാനാണ് ഡീനോയ്സ് ലൂമിനൻസ്. ഡീനോയ്സ് കളർ കൊടുത്തു കഴിഞ്ഞാൽ കളറിൽ നിന്ന് വന്ന നോയ്സൊക്കെ കുറയും. രണ്ടും കൊടുക്കുക, ടിക്ക് അടിക്കുക. പിന്നെ അഡ്ജസ്റ്റ് നമ്മൾ പോവുക. അതിൽ നമ്മൾ വിഗ്നെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മറ്റിടത്ത് കൊടുത്തായിരുന്നു വിഗ്നെറ്റ്, പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ വിഗ്നെറ്റിന് വേറൊരു എഫക്റ്റാണ്. എന്നിട്ട് അതിൽ ഫെദർ 100% ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ടിക്ക് അടിക്കാം. ടിക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സേവ് ന്യൂ ഫോട്ടോ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ റീടച്ച്ഡ് ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീടച്ച് ചെയ്ത ഫോട്ടോസ് എന്ന് വെച്ചാൽ ഒന്ന് ഇത്, പിന്നെ ഒന്ന്
ഇത് ഒരെണ്ണത്തിൻ്റെ എഡിറ്റിംഗ് മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തുക. അപ്പോൾ പുതിയൊരു സിനിമ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.